പലപ്പോഴും നമ്മുടെ പ്രമേഹമുള്ള പേഷ്യൻസിനോടോ അല്ലെങ്കിൽ സാധാരണയുള്ള ആളുകളോടൊക്കെ എക്സസൈസ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു ഡോക്ടറാണ് ഞാൻ. അപ്പോൾ പേഷ്യൻസിനോട് നമ്മളെപ്പോഴും പറയുന്നത് ഹൈ ഇൻറ്റൻസിറ്റി ആയിട്ടുള്ള എയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസം റെസിസ്റ്റൻസ് ട്രെയിനിങ്, അല്ലെങ്കിൽ പുഷപ്പ്, പുള്ളപ്പ്, അല്ലെങ്കിൽ വെയിറ്റൊക്കെ ലിഫ്റ്റ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പേഷ്യൻസിനോട് ആവശ്യപ്പെടുന്നത്. പലപ്പോഴും ഈ അടുത്തായിട്ട് കണ്ടുവരുന്നൊരു കാര്യമാണ് ജിമ്മിൽ പെട്ടെന്ന് പോയി തുടങ്ങുന്ന ആളുകളിൽ സംഭവിക്കുന്ന ഹൃദയസ്തംഭനവും ഹാർട്ട് അറ്റാക്കും മരണവും ഒക്കെ. അപ്പം പ്രത്യേകിച്ച് ആദ്യമായി പെട്ടെന്ന് പൊടുന്നനെ ജിമ്മിലൊക്കെ പോയി തുടങ്ങുന്നവരിലാണ് ഇത്തരം പ്രയാസങ്ങൾ, ട്രെഡ്മില്ലൊക്കെ ഓടുന്നവരിലാണ് ഇത്തരം പ്രയാസങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് ഇത്തരം എക്സസൈസ് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കുക? നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, ഓരോ മനുഷ്യനും ഒരു മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഒരാളുടെ മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 220 അല്ലെങ്കിൽ 220 മൈനസ് അയാളുടെ ഏജാണ്, അദ്ദേഹത്തിൻ്റെ വയസ്സാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് 40 വയസ്സുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 220 മൈനസ് 40 വിച്ച് ഈസ് ഈക്വൽ ടു 180 പെർ മിനിറ്റ് ആണ്, ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. അപ്പം അതിൻ്റെ ഒരു 50% മുതൽ 85% വരെ ഹാർട്ട് റേറ്റിൽ മാത്രമേ അദ്ദേഹം എക്സസൈസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ട്രെഡ്മില്ലൊക്കെ ഓടുന്ന ആളുകൾ അവരെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യുന്ന വാച്ചുകളോ മറ്റു ഡിവൈസുകളോ ഒക്കെ ധരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ തുടക്കക്കാർ ഒരു 50%, ഇപ്പം 180 ആണെങ്കിൽ അതിൻ്റെ 50%-ആയ 90 ബീറ്റ്സ് പെർ മിനിറ്റ് വരുന്ന രീതിയിൽ എക്സസൈസ് ചെയ്യുക. പിന്നീട് നമ്മുടെ എക്സ്പെർട്ടൈസ് കൂടി വരുന്നതനുസരിച്ച് കൂടുതൽ അതിൻ്റെ 85% എത്തുന്നവരെ എക്സസൈസ്, എയറോബിക് എക്സസൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പലപ്പോഴും മയോകാർഡിയൽ ഇസ്കീമിയ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് തടയാനായിട്ട് സാധിക്കും. താങ്ക് യു. Stay healthy. Follow for more.